ഓണനാളുകളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പൂത്തുലഞ്ഞ് വർണ്ണവിസ്മയം തീർക്കുന്ന ചെണ്ടുമല്ലിപ്പാടം. അത്തം നാൾ മുതൽ 10 നാൾ വരെ മലയാളികൾക്ക് പൂക്കളം ഒരുക്കാനായി 5 ഏക്കറോളം സ്ഥലത്ത് ചെണ്ടുമല്ലിപ്പാടം തീർത്തിരിക്കുകയാണ് തൃശൂർ ആളൂർ പഞ്ചായത്തിലെ 2 യുവ കർഷകർ. അത്തം മുതൽ 10 നാൾ വരെ പൂക്കളം തീർക്കാനായി ചെണ്ടുമല്ലിപ്പൂവ് തേടി സാംസ്കാരിക ജില്ലയിലെ മലയാളികൾ ഇനി മറ്റെങ്ങും പോകേണ്ട. തൃശൂർ ആളൂർ പഞ്ചായത്തിലെ കൊമ്പിടിഞ്ഞാമക്കലിൽ എത്തിയാൽ മതി. പൂക്കളങ്ങൾ വർണ്ണാഭമാക്കാനായി ചെണ്ടുമല്ലിപ്പാടം ഒരുങ്ങി നിൽക്കുകയാണിവിടെ. 2 യുവ കർഷകരുടെ നേതൃത്വത്തിൽ 5 ഏക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലിയും ജമന്തിയും കൃഷി ചെയ്തിരിക്കുന്നത്. കൊമ്പിടിഞ്ഞാമക്കൽ ചാലക്കുടി റോഡിൽ കാരൂർ കപ്പളേക്കുന്നിലാണ് നോക്കത്താ ദൂരത്തോളം കണ്ണിനും മനസ്സിനും കുളിർമയേകി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാരൂർ സ്വദേശി വടക്കഞ്ചേരി വീട്ടിൽ ജിൻസൺ, പുന്നേലിപ്പറമ്പിൽ ജഫ്രിൻ പോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂവ് കൃഷി ഇറക്കിയത്. 41,000 ചെണ്ടുമല്ലിയും 9,000 ജമന്തിയാണ് ഇറക്കിയത്. ഞങ്ങൾ ഇതിന് ജൈവവളമാണ് ഉപയോഗിച്ചത്. ചാണപ്പൊടി, കമ്പോസ്റ്റ് എന്നീ വളങ്ങളാണ് ഇട്ടിരുന്നത്. ചെടി വെച്ചേക്കുന്നതും നട്ടേക്കുന്നതും. ഇത് വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ സമീപ പ്രദേശങ്ങളിലെ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. അഷ്ടമിച്ചിറ, മാള, ചാലക്കുടി, കൊമ്പിടി എന്നിവിടങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചീശ പൂക്കളുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മേടിക്കുന്നുണ്ട്. അത്തമാവുമ്പോഴേക്കും പൂക്കൾ കച്ചവടം ആളുകൾ കൂടുതൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് പൂക്കൃഷിക്കായി തൈകൾ കൊണ്ടുവന്നതെന്ന് യുവ കർഷകർ പറഞ്ഞു. ചാലക്കുടി, മാള, അഷ്ടമിച്ചിറ തുടങ്ങിയ സമീപത്തെ ചെറുപട്ടണങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വഴിയാണ് പൂക്കൾ വിറ്റഴിക്കുന്നത്. കൂടാതെ തോട്ടത്തിന് മുൻവശത്തും ആവശ്യക്കാർക്ക് ഫ്രഷ് പൂക്കൾ നൽകുന്നുണ്ട്. യാതൊരു വിധത്തിലുമുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പൂവായതിനാൽ ഇവിടെ ആവശ്യക്കാർ ഏറെയാണ്. ഏക്കർ കണക്കിനുള്ള ഈ പൂപ്പാടം കാണാനും അവയുടെ ചിത്രങ്ങൾ എടുക്കുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സുനിൽ അരുമാനൂർ, കൈരളി ന്യൂസ്, തൃശൂർ.